പന്തയമുണ്ടോ നമ്മൾ സിംഗിൾ തന്നെ ജിങ്കറ് തന്താ ജിങ്കറ് തന്താ ജിങ്കറ് തന്താ ജിങ്കറ് തന്താ പന്തയമുണ്ടോ നമ്മൾ സിംഗിൾ തന്നെ പന്തയമുണ്ടോ നമ്മൾ സിംഗിൾ തന്നെ ജിങ്കറ് തന്താ ജിങ്കറ് തന്താ പന്തയമുണ്ടോ നമ്മൾ സിംഗിൾ ചാരു ഹലോ പന്തയമുണ്ടോ ഞാൻ ഇറങ്ങി ചാരു ആര് ചാരു ഓക്കെ ശരി ശരി എതുക്ക് ഉന്നെ കൂപ്പിടുറേ എടാ അത് ചാരും അവന്റെയും കൂടെ എന്തിരി വീട്ടിൽ വരുന്നു എന്തിരി അല്ല അത് എൻ്റെ വീട്ടിലോട്ട് ചുമ്മാ നീ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ എന്തിനു പറഞ്ഞത് അല്ല നിന്റെ അടുത്തെല്ലാം പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റൂലല്ലോ അളിയാ അതെന്തൊരു വർത്താനം അവിടെ അതെന്തൊരു ട്രാക്ക് എനിക്ക് മനസ്സിലാവണില്ല അത് എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാവണില്ല എന്തോ കാര്യമുണ്ട് അല്ലാതെ വരൂല അത് ഫാമിലി എല്ലാരും കൂടെ തീരുമാനിച്ച് ചെറിയൊരു പ്ലാനൊക്കെ ഇട്ടത് അതൊക്കെ കൊണ്ട് ഞാൻ അത് നടക്കട്ടെ എന്നിട്ട് അതൊക്കെ ഉണ്ടെന്ന് എന്തെന്ന് പറ അളിയ കളിച്ചോണ്ടിരിക്കാൻ സമയമില്ല നിന്റെ ലവ് ട്രാക്കിന് മൊത്തം സപ്പോർട്ടായിട്ട് നിന്ന ഞാനാണ് എന്നിട്ട് അവസാന സമയമാകുമ്പോഴത്തേക്ക് എന്നെ ഒരുമാതിരി കരയിലെ പോലെ വലിച്ചെറിച്ചളയില്ല എടാ നിന്റെ പ്ലാനൊക്കെ കേട്ട എല്ലാം പൊളിഞ്ഞ് അതുകൊണ്ടാണ് ഇനി ആകെ എനിക്കുള്ള ഇതെന്ന് പറയുന്നത് ഫാമിലിയാണ് ഞാൻ അതുവഴി എങ്ങനെയെങ്കിലും മാരേജ് ട്രാക്കിലോട്ടായിരിക്കും ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും ഞാൻ എത്ര കാലം ഇങ്ങനെ നടക്കാൻ പോണില്ല എന്റെ പൊന്നളെ ഞാൻ കാര്യമായിട്ട് പറയാം അവളെ കൊണ്ട് നടക്കാൻ പോണില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയല്ലോ പെണ്ണ് കിട്ടാതെ നീ മുടിഞ്ഞു കൂടാ എന്താ അങ്ങനെ വർത്താനം പിന്നെ നീ എന്റെ കാര്യത്തിൽ പറയണത് എടാ അവള് ശരിയാവില്ലെന്ന് അത് വേറൊരു രീതിയിലുള്ള പെണ്ണാണെന്നത് നീ എന്തൊന്നും പറഞ്ഞു നടക്കില്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ ഇത്ര നാൾ അവിടെ പുറകെ നടന്നു വല്ലതും നടന്ന എന്തെങ്കിലും രീതിയിൽ അവൾ എന്തെങ്കിലും നിന്റെ അടുത്ത് എനിക്ക് എന്ത് നടന്നു താൻ കുറെ നടന്നിട്ട് എനിക്ക് ഒരു ചിരിയെങ്കിലും കിട്ടും എന്നെ വല്ലപ്പോഴും ചിരിച്ചെങ്കിലും പറഞ്ഞെങ്കിലും നിൽക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ചിരിക്കോളൂ ചിരിച്ചിട്ട് അത് ചിരിക്കണം എന്തെങ്കിലും അറിയാമോ ഇപ്പുറത്തെ വാഴ അപ്പുറത്തൊരു വാഴ ആ രണ്ട് വാഴയും കണ്ട ചിരി വാഴ കണ്ട് ചിരിക്കാൻ എനിക്ക് വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം മര്യാദ സംസാരിക്കണം എന്റെ അടുത്ത് സംസാരിക്കാൻ മര്യാദ സംസാരിക്കണം എന്റെ അലുവ ആക്കി കളയാൻ ഞാൻ കേട്ടല്ലോ നീ സിംഗിള് തന്നെ ഞാൻ തറ സിംഗിള് ഉപദ്രവം കുറെ നാളായി നീ നോക്കിക്കോ എടാ അവൾ എനിക്ക് സെറ്റായതിനു ശേഷം മാത്രമേ അവന്തി നിനക്ക് സെറ്റ് ആവുള്ളൂ നീ നോക്കിക്കോ അത് കുഴപ്പമില്ല നീ ബെറ്റ് വെച്ചോ നീ എത്ര രൂപയ്ക്ക് ബെറ്റ് 1000 രൂപയ്ക്ക് ബെറ്റ് അളയാ അത് കുഴപ്പം പേൻ എടുത്തായിട്ട് ആര് കൊട്ടും എടാ വൃത്തിയെ കാണിക്കലേ ശ്യാമേ ഞാൻ കൊട്ടാനെങ്കിലും ഇത്തിരി കൂടെ ഇരുന്നിട്ട് പോക്കൂ ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുക അവളെ ഇവിടെ നിന്ന് അവിടെ എത്തിക്കണ കാര്യം മാത്രമേ എനിക്ക് ഡീലുള്ളേ ബാക്കി ഡീൽ ചെയ്തേക്കണം ശരി അവളുടെ അമ്മാവനെ വിളിച്ച് പറഞ്ഞല്ലോ ആയിക്കോട്ടെ എന്നാ നീ വെച്ചോ ബാക്കി നോക്കാം റെഡി പോവാ റെഡി ആയിക്കൊണ്ടിരിക്കുവോ പിന്നെ അവന്തി മോളടുത്ത് എന്ത് പറഞ്ഞാണ് കൊണ്ടുപോകണത് നീ അമ്മാവൻ്റെ UK ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് അതേപോലെ തന്നെ പിടിച്ചേക്കണേ വേറെ അബദ്ധമൊന്നും കാണിച്ചേക്കരുത് എൻ്റെ ഫ്രണ്ടാ UK മോളെ അത് പറഞ്ഞപ്പോൾ അവള് വിശ്വസിച്ചാ മണ്ടി തന്നെ അല്ലേ എന്തേ അല്ല എനിക്ക് UK കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോലും വിശ്വസിക്കൂല പാവം തന്നെ ഭാവമാണ് എന്താണോന്ന് അവിടെ ചെന്നാ കാണാം അതെ ഞാൻ ഒരു കാര്യം പറയാം അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെങ്കിൽ ഞാൻ അപ്പൊ തന്നെ മുങ്ങും ഇത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ നമുക്ക് അറിയാം അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാ മുങ്ങാത്തത് എന്ന് മുങ്ങിയത് എന്തേലും ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഓടണം അമ്മാവനല്ലേ കഴിഞ്ഞു ഇതിപ്പോ നമ്മള് പോണായിരുന്നു നോക്കാം എന്റെ ദൈവമേ സമയം ഒരുപാടായല്ലോ ഇവിടെ അവന്തി ഇത് എത്ര നേരമായി അമ്മാവാ ഒരുങ്ങി വരട്ടെന്ന് അമ്മാവ രാഹുലെല്ലാം കഴിയ സമയമായി പെട്ടെന്ന് നമുക്ക് ഇറങ്ങാം വാ അല്ല മോളെ നീ ഈ ഫയലൊക്കെ ആയിട്ട് ഇവിടെ പോണേ അത് പിന്നെ അമ്മാവ ഒരു ഇന്റർവ്യൂവിനല്ലേ പോകുന്നത് അവര് നമ്മളെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കത്തില്ലേ ഇതൊക്കെ ഫയലും കൊണ്ട് വേണ്ടേ പോവാൻ ഇന്റർവ്യൂ സത്യം പറയാലോ ഒരു കൊന്തും അറിയത്തില്ല മറന്നുപോയി പോവാ നമുക്ക് ദേ വരുന്നു മാറണം എല്ലാരും കൂടെ അങ്ങോട്ട് പോന്ന് ഞങ്ങൾ അമ്മാവന്റെ ഫ്രണ്ടിന്റെ വീട് വരെ പോവാ അപ്പം അവിടെ നിന്നായിരിക്കില്ലേ ഉച്ചക്ക് ചിലപ്പോ അവിടെ നിന്നായിരിക്കും എന്നാ പിന്നെ ഞാനും വരട്ടെ നാണമുണ്ടോ തനിക്ക് എടാ എനിക്ക് പണ്ടേ ഇല്ല ഈ മാനടത്തിനെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ല
ആരുടെ നിന്റെ മാറണം പോട്ടെ നമുക്ക് കൊണ്ടുപോവാം. ഇങ്ങോട്ട് നോക്ക് വന്നോട്ടെന്ന്. ഒരു പെണ്ണ് കാണില്ലാകുമ്പോ ഒരാളോട് ഉണ്ടായിരുന്ന എന്ത് കുഴപ്പം? നല്ലതല്ലേ? ശരിയാ. പോവാ. ആർക്ക് പെണ്ണ് കാണല്ലേ? ഒരു പെണ്ണ് കാണലൂ ഈ അമ്മാവന്റെ തലയിലെന്തോ പറ്റിയതാ. നമ്മൾ ഇന്റർവ്യൂവിന് പോവല്ലേ അമ്മാവാ. ഇത് ശരിയാകത്തില്ല. നിങ്ങൾ രാവിലെ എന്തോ ഓടിച്ച് കേട്ടിട്ടുണ്ട്. ഇല്ല ഞാൻ എന്ത് പറഞ്ഞു? അല്ല ആ പെണ്ണൂടെ വന്നോട്ടേന്ന്. അങ്ങോട്ട് രാവിലെ തന്നെ ഈ ഗതികെട്ട സാധനം കൊണ്ട് അങ്ങോട്ട് ഇരുന്നോ? ദേശുഭേ, ഞാൻ നിന്നോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ ചീട്ടിനെ പറ്റി കുറ്റം പറയുന്നു. ഈ നശിച്ച സാധനം എന്ന് നിങ്ങളുടെ കയ്യിൽ വന്നോ അന്ന് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം പോയതാ. അതിനെ പിന്നെ ഞാൻ എന്തോന്നാ പറയണ്ടേ? നീ അന്ന് ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ, അന്ന് ഈ വീടിന്റെ ഐശ്വര്യം പോയെന്ന് അമ്മ പറയണത്. എന്തോന്ന് നിങ്ങളുടെ അമ്മയല്ലേ പറഞ്ഞത്? അങ്ങനെ പറയൂ. ആ അമ്മയാണ് നിങ്ങളെ വളർത്തി വലുതാക്കി ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞത്. പഴംപുരാണം പറഞ്ഞ് കാലത്തെ വഴക്കുണ്ടാക്കാൻ വരല്ലേ ശുഭേ? എന്നാ പിന്നെ അത് അങ്ങോട്ട് മാറ്റിയേക്ക്. നമ്മുടെ ശ്യാമന്റെ കല്യാണക്കാരെ സംസാരിക്കാനേ ആ കൊച്ചു അതിന്റെ അമ്മാവനൊക്കെ ഇപ്പം ഇങ്ങോട്ട് വരും. അവർ വരട്ടെ, അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഷേ, അവര് വരുമ്പോ ചെറുക്കൻ്റെ അച്ഛൻ ചീട്ട് കളിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അവരെന്താ വിചാരിക്കുക? എനിക്ക് ചീട്ടുകളെ അറിയാന്ന് വിചാരിക്കും. നിങ്ങളൊന്ന് തർക്കുത്തരം പറയാതെ അങ്ങോട്ട് മാറ്റി വെച്ചേ. ഇതെന്റെ കയ്യിലിരുന്നിട്ട് അവന്റെ കല്യാണം മുടങ്ങുന്നെങ്കിലും മുടങ്ങട്ടെ. അച്ഛാ, രാവിലെ തന്നെ എന്തോന്ന് വർത്തമാനോനും? അല്ല മോനെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്താണ് ഉദ്ദേശം? അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് അലുമ്പ് കാണിക്കല്ലേ. കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇതെങ്ങാനും മുടങ്ങി കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ വല്ല അബ്രോഡിൽ പോയി അവിടെ ബിസിനസ്സും ചെയ്ത് ഞാൻ അവിടെ ജീവിച്ചോളൂ. ഞാൻ ഇങ്ങോട്ട് വരൂല. നീ പോ മോനെ, നീ ധൈര്യമായിട്ട് പോകുമ്പോൾ നിന്റെ അമ്മയും കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് മാസാമാസം ചിലവിനുള്ളത് എനിക്ക് ഞാൻ ചേർന്നാൽ മതി. എനിക്കറിയില്ല, നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. കഷ്ടവും. ഞാൻ രണ്ടുപേരോടത്ത് ഒരു കാര്യം ഒന്നും കൂടെ പറയാം. ഒരു വില ഉണ്ട് എനിക്ക് അവരുടെ ഇടയിൽ. ഞാൻ ഒരു ബിസിനസ് മാൻ അങ്ങനെയൊക്കെയാണ്. അതുപോലെ എൻ്റെ അച്ഛനും വലിയ ബിസിനസ് മാൻ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ നശിപ്പിക്കല്. അച്ഛനൊരു കോടീശ്വരനായിരുന്നല്ലോ മോനെ. അതൊക്കെ ചീട്ട് കളിച്ച് തൊലക്കുകയും ചെയ്തു. അങ്ങനെ ചീട്ട് കളിച്ച് തൊലച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീട്ട് കൊണ്ട് തന്നെ ഞാൻ അത് നേടും. എന്നാ പിന്നെ നേട്. അയ്യോ, രണ്ടുപേരും ഒന്നും നിർത്തോ? എപ്പോഴും വഴക്ക്. അമ്മ അടുക്കളയിലോട്ട് പോകും. ഞാൻ പോവാ. ഇത് പിന്നെ പറയാം. അനങ്ങാതെ അവിടെ ഇരുന്നു. ഒന്നും പറ. ഇതും വെച്ച് ഇങ്ങനെ അങ്ങ് ഇരുന്നു. അനങ്ങല്ലേ? നിക്ക് എടി നിക്കടി. മാപ്പ് എൻ്റെ ആയി. എനിക്ക് തോന്നണേ ഇതാന്ന് തോന്നുന്നു. ഇതാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങളകത്ത് കയറിപ്പോ, ഞാൻ ഇവിടെ നിന്നോളാം. അമ്മാവൻ എന്തോ ഈ പറയുന്നത്? അമ്മാവന്റെ കൂട്ടുകാരന്റെ വീടല്ലേ, അപ്പൊ അമ്മാവന്റെ കൂട്ടുകാരനെ കാണണ്ടേ? അല്ല, എന്റെ കൂട്ടുകാരന്റെ വീടാണ്. ഇതന്നെ വീട് തന്നെ. കാണണം. ആടി, ഈ അമ്മാവൻ എന്താ ഈ പറയുന്നത്? വെറുതെ വഴിക്ക് തല വല്ല തേങ്ങ വല്ല വീണായിരുന്നോ? ഇല്ല. അല്ല, ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ബന്ധമുണ്ട്. ഞാനും അവന് ബന്ധമുണ്ട്. ഇപ്പൊ മനസ്സിലായി എനിക്ക്. അതെ, കൊറേ നേരമായില്ല നടക്കാൻ തുടങ്ങിയിട്ട്. കാല് കഴിച്ചിട്ട് പോയി അവിടെ കയറി ഇരുന്നു. അത് തന്നെ വാ, നമുക്ക് എല്ലാവർക്കും അകത്ത് ഇരിക്കാം. നില്ല്. ഞാനും കൂടെ വന്നിട്ട് അകത്തോട്ട് കയറാം. അമ്മാവൻ എന്താ ഇവിടെ? അതെന്തോന്ന് ചോദ്യം മോളെ? നിന്റെ ഒരു കാര്യത്തിന് എന്നെ ഇനി ആരെങ്കിലും വിളിച്ചിട്ട് വേണോ ഞാൻ ഇങ്ങോട്ട് വരാൻ? എന്തായാലും എല്ലാരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് അകത്തോട്ട് കയറാം. അല്ല, അമ്മാവൻ എന്തിനാ അകത്തോട്ട് വരുന്നേ? അത് നിന്റെ അച്ഛൻ വരാനുള്ളടുത്താ ഞാൻ വന്നിരിക്കുന്നേ. അളിയൻ അങ്ങ് കോയമ്പത്തൂര് പോണോന്ന്. എനിക്ക് ഇവിടെ നടക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. എടി, അമ്മാവനെ വിളിച്ച് ആരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? എടി, നീ UK പോണ വലിയൊരു കാര്യല്ലേ. അപ്പോ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലൊക്കെ കുടുംബത്തിൽ നിന്ന് വേണ്ടേന്ന് വിചാരിച്ച് നമ്മുടെ അമ്മാവൻ തന്നെ വിളിച്ചു വരുന്നത്. എന്നെ വിളിച്ചത് മറ്റേ പയ്യൻ. മറ്റേ മറ്റേ പയ്യെന്ന് ചോദിച്ചു കഴിഞ്ഞാ അമ്മാവൻ അല്ലേ. ഇനി കൂടുതൽ ഇവിടെ നിന്ന് സമയം കളണ്ട, വാങ്ങി കൊടുക്കും. ആരെയും കാണുന്നില്ലല്ലോ. വരും.
എവിടെ കയറി പുതിയ ഇറങ്ങി വാ കാട് കഴിച്ചിട്ട് വയ്യ കുറെ നായി നാട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇവളെന്തോ നിക്ക് പറയുന്നത്? നമ്മൾ ജോലിക്ക് ഇന്റർവ്യൂവിനല്ലേ വന്നത്? എടി ഇങ്ങോട്ട് പറ, എന്റെ ജോലി പോകുന്നു. ഇവിടുത്തെ നമസ്കാരം. നമസ്കാരം, കയറി വരൂ. അങ്ങോട്ടിരിക്കാം വാ. അയ്യോ വേണ്ട, നമ്മളിവിടെ നിന്നോളാം. അത് കുഴപ്പമില്ല, ഇരുന്ന് സംസാരിക്കാം വാ. ഇതാരാ? അത് ഞങ്ങളുടെ കൂടെ വന്ന ആള് തന്നെ. ആണോ? വാ വാ. തരാട്ടോ. നമ്മളവിടെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ കൊടുക്കണോ അതോ? സമാധാനപ്പെടി കൊടുക്കാം. വീടൊന്നും തെറ്റിയില്ലല്ലോ അല്ലേ? എങ്കിൽ പിന്നെ നമ്മളിവിടെ ഇന്ന് ഇരിക്കുവോ ഇങ്ങനെ? നമ്മള് പല വഴിക്കാണ് വന്നെങ്കിലും നൂല് പിടിച്ച പോലെ ഈ വീടിന്റെ മുറ്റത്ത് വന്നങ്ങ് എത്തി. നൈസായിട്ട് കാല് വേടി. ഇന്റർവ്യൂവിന് വന്നവരുടെ കാലിൽ എന്തിനാണ് വീഴുന്നത്? അല്ല മോളെ ഊർമിള വന്നില്ലേ? ആന്റിക്ക് അമ്മേനെ എങ്ങനെ അറിയാം? അത് കൊള്ളാം, ഞാനും നിന്റെ അമ്മ ഒരുമിച്ച് പഠിച്ചതല്ലേ? അപ്പം ആന്റിയും അമ്മാവനും ഒരുമിച്ച് പഠിച്ചാണല്ലേ? അയ്യോ, ആളും ഞാൻ ഒരുമിച്ച് പഠിച്ചല്ലേ. അതാരാ? എനിക്ക് അമ്മ ഒന്ന് വന്നേ. വാ എനിക്ക് വാ വാ, സമയമില്ല, വാ, ഒറ്റ മിനിറ്റ് വാ. സത്യം പറ, ഇവിടെ എന്ത് നടക്കുന്നത്? സത്യമായിട്ട് മോളെ എനിക്കൊന്നും അറിഞ്ഞൂടെ, ഞാൻ നിരപരാധിയാണ്. അമ്മാവ എന്നെ കൊണ്ട് മോളെ അന്യ വീടാണ്, ഇങ്ങനെയൊന്നും കാണിക്കരുത്. എന്തോടി നടക്കുന്നത്? സോറിയുടെ വന്തി, നിന്റെ അമ്മയും നമ്മുടെ ശ്യാമും തമ്മിൽ ഉണ്ടാക്കിയ ഒരു കൊട്ടേഷനാണ്. എന്നോട് ക്ഷമിക്കണം. സോറിയടി. പെണ്ണുകാണലാണോ ഇത്? അതുപോലെയൊക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ പോണു. മക്കളെ അങ്ങനെ കാണിക്കരുത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അവർ നോക്കും. കുറച്ചു നേരം നിങ്ങൾ അവിടെ മാറി ചെന്ന് ഇങ്ങനെ സംസാരിച്ചാലാ? അങ്ങോട്ട് പോയി വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുന്നു. പെങ്ങളെ ഭാവി വരുമ്പോടെ വിളിച്ച് വീടൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കുന്നു. പിന്നെന്താ? ആന്റി പോയി കണ്ടു. വാ വാ വാ, നീ വാ, എങ്ങോട്ട് പോന്ന? അപ്പൊ നമുക്ക് ഇങ്ങോട്ടിരിക്കല്ലേ? ഇരിയടേ. നമ്മള് പയ്യന്റെ അച്ഛനായിരിക്കും അല്ലേ? നമ്മളല്ല, ഞാനാ പയ്യന്റെ അച്ഛൻ. കറക്റ്റ്. നല്ല വീട് വച്ചതായിരിക്കും അല്ലേ? അല്ല, മേടിച്ചതാ. ഇഷ്ടപ്പെട്ടല്ലേ? അല്ല, നിങ്ങൾക്ക് ചീട്ട് കളിക്കാൻ അറിയാം? പിന്നെ ഞാൻ അതിന്റെ ഉസ്താദാണ്. എന്ന് നമുക്ക് ഇരുന്നാലോ? ഇതെന്തിരിക്കാം, എന്ന് നമുക്ക് പൊളിക്കാം. എന്താ രണ്ടുപേരൊന്നും മിണ്ടാത്തെ? എന്തും മിണ്ടാണ് ആന്റി. അതിരിക്കട്ടെ, ആന്റിക്ക് സുഖമാണോ? ഓ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അവന്റെ മോളെന്തൊന്നും മിണ്ടാത്തെ? ഞാനിന്ന് ചെറിയൊരു വ്രതത്തില്ല, അപ്പം അധികം സംസാരിക്കത്തില്ല. ആണോ? അയ്യോ, അപ്പൊ പൂജയും വഴിപാടൊക്കെ ഉള്ള കുട്ടിയല്ലേ? ശ്ശോ, ഇങ്ങനെയുള്ള മരുമോളെ എനിക്ക് വേണ്ടത്. അയ്യോ, ഇതൊന്നും അല്ല, ഇനിയുണ്ട്. അതെല്ലേ? ഞാനേ മോളുടെ അമ്മയും ഞാനും കൂടെ പണ്ടേ നിങ്ങളുടെ കല്യാണക്കാരൻ സംസാരിച്ചതായിരുന്നു. പക്ഷെ ശ്യാമ പിടി തന്നില്ല. ഇപ്പൊ അവനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു മോളെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അതിനിപ്പം അവൻ മാത്രം തീരുമാനിച്ച പോരല്ലോ കല്യാണത്തിനെ കുറിച്ച്. അയ്യോ, കെട്ടാൻ പോണ ചെക്കനെ അവനെ വിളിക്കാൻ പാടില്ല, ഏട്ടാന്നല്ലേ വിളിക്കേണ്ടത്. അവന്തി ഏട്ടാന്ന് തന്നെ വിളിക്കാറ്. പെട്ടെന്ന് നാക്ക് സ്ലിപ്പായി പോയതല്ലേ? അല്ല, ഞാൻ വിചാരിച്ചേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഫാഷനാണല്ലോ ഭർത്താവിനെ കയറി എടാ പോടാന്നൊക്കെ വിളിക്കണേ, അങ്ങനെ വിളിച്ചതാന്ന് വിചാരിച്ചു. പക്ഷെ അവന്തി അങ്ങനെയൊന്നും അല്ല, നല്ല കൾച്ചറുള്ള കുട്ടിയാ. ഇതൊന്നും അല്ല, ഭയങ്കര അച്ചടക്കം ഒതുക്കം ഒക്കെ ഉള്ള കുട്ടിയാ അല്ലേടി? മോള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. മോളുടെ പേരെന്താ? എന്റെ പേര് ചാരുന്ന ആന്റി. അച്ഛനും അമ്മയൊക്കെ? അച്ഛനമ്മനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓ, വിദേശത്തായിരിക്കും അല്ലേ? അല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല ആന്റി. ഓ, ഞാൻ ചോദിച്ച വിഷമായ മോൾക്ക്? ഇല്ല ആന്റി, കുഴപ്പമൊന്നുമില്ല. ഹായ്, എപ്പോ ഒന്നുമില്ല. അവരിപ്പ വന്നതേ ഉള്ളൂ. ശ്യാമൊന്ന് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ. സംസാരിച്ചിട്ട്
അവര് സംസാരിക്കട്ടെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ ആന്റി. കുഴപ്പമൊന്നുമില്ല, അവർ സംസാരിച്ചോട്ടെ. ഞാനേ അവർക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കാം. ഞാൻ കൊണ്ട് കൊടുക്കാൻ ആന്റി ഒന്ന്. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. നമ്മളവിടെ നിന്നോ. അവന്തി ഇരിക്കുന്നോ? ഞാൻ ഊഞ്ഞാലാട്ടി തരാം. ശ്യാമേ, നീ എന്നെ കൂടുതൽ ആട്ടം നിൽക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ഞാൻ മൊത്തത്തിൽ ദേഷ്യം പിടിച്ച് നിൽക്കുക. ഊഞ്ഞാലാടുന്നതിന് എന്തിനാ ദേഷ്യപ്പെടുന്നത് നീ? ശ്യാമേ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചത്? എന്ത് ഡ്രാമ? ഓഹോ, ഒരു ഡ്രാമയും കളിക്കാതാണോ എന്നെ ഇവിടെ എത്തിച്ചതും ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തതും? ഇട നിന്റെ അച്ഛനമ്മയും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോൾ എന്താണ് പ്രശ്നം? നിന്റെ പ്രോബ്ലം അല്ല മാറിയില്ല, അത് പവിയാണ് അന്ന് മുംതാസായിട്ട് വന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ. പിന്നെ വീണ്ടും വീണ്ടും എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഓരോ കാര്യം പറഞ്ഞ്? ശ്യാമേ, ഈ അറേഞ്ച് മാരോട് എനിക്ക് താല്പര്യമില്ല, അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ അറേഞ്ച് മാരേജിന് എന്ത് കുഴപ്പം? ഈ അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞ ഒരു തരം കണ്ണുകെട്ടിക്കളിയാണ്. ആരാ എന്താണെന്നും അറിയാത്ത ഒരാളെ എങ്ങനെയാ ജീവിതത്തോട്ട് അക്സെപ്റ്റ് ചെയ്യുക? എങ്ങനെയാ അയാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ? എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രേമിക്കാം. പ്രേമിച്ച് നിനക്ക് എൻ്റെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് എന്ന് മനസ്സിലാവുന്നു അന്ന് കല്യാണത്തിനെ പറ്റി ചിന്തിക്കാം. എന്തേ? പിന്നെ ഈ പ്രേമം എന്ന് പറഞ്ഞതേ സ്വിച്ച് ഇട്ടാ പെട്ടെന്ന് അങ്ങ് ഓക്കെ ആവുന്ന കാര്യമാണല്ലോ. എടോ, അതിന് അതിൻ്റെതൊക്കെ സമയമുണ്ട്, സാഹചര്യമുണ്ട്. ഈ സമയവും സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? അതുണ്ടാകുന്നതല്ല, നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാ. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണം എന്നാണോ നീ പറയുന്നത്? ശ്യാമേ, അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് അങ്ങനെ പ്രേമിക്കാൻ പറ്റൂ. ദാറ്റ് ഈസ് മൈ ടെക്നിക്കൽ പ്രോബ്ലം. ഞാനൊരു കാര്യം ചോദിച്ചു, ഉള്ളതുപോലെ പറയാമോ? എന്തുവാ? നിങ്ങൾ ഈ പെൺപിള്ളേരെ മനസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, ആർക്കും ഒരു പിടിയും കൊടുക്കല്ലേ. അതെ, മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാക്കും എന്നല്ലേ? മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും എന്നാണ് ഉദ്ദേശം. അങ്ങനെ തന്നെ. ഈ കാര്യത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും പുള്ളിക്കാരൻ വരെ കൺഫ്യൂസ് ആണ്. ശ്യാമ ചുമ്മാ എന്നോട് ചീട്ട് കളിക്കാൻ വരുമ്പോഴത്തേക്ക് ചീട്ട് കളിക്കാൻ വരരുത്. ചീട്ട് കളിക്കാൻ അറിയില്ല. നീ ചീട്ടുകളി പഠിച്ചിട്ട് വാടാ പോയി. ഇവർ രണ്ടും കൂടെ ചീട്ടുകൊണ്ട് തുടങ്ങി അവസാനം അടിയായി. പൊന്നച്ഛ, നിങ്ങൾ ഞാൻ രാവിലെ പറഞ്ഞല്ലേ അച്ഛൻ നേരെയാണോ കളിച്ചത്? അപ്പോഴാണ് ഈ കള്ളം കുടിച്ചോണ്ടല്ലോ എന്റെ മരുമോളെ നിന്നെ മോനെ ഞാൻ കെട്ടിച്ച് തരൂല. മോനെ നിന്റെ മരുമോളെ വേണ്ട. മരുമോളെ ഞാൻ കെട്ടിച്ച് തരൂല. വിളിച്ചോണ്ട് പോയല്ലേ, കൊണ്ടുപോയി മക്കളെ. അയ്യോ ആന്റി, ഞങ്ങൾ ഇറങ്ങുവാ. പിന്നല്ലാണ്ട് എന്ത് ചെയ്യാനാ? പൊക്കോ മക്കളെ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറയിക്കരുത്. അവൻ കള്ളക്കളി അടിച്ചാൽ ഞാനെന്തോ തോറ്റു കൊടുക്കണോ? എന്റെ ചീട്ടുകളെ പറ്റി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കളിയാക്കരുതെന്ന്. അവൻ എന്തോ കളിയാ കളിച്ചത്? എന്റെ പൊന്നച്ഛ, നിങ്ങൾ ഞാൻ രാവിലെ പറഞ്ഞല്ലേ എന്തോന്ന് ഇവിടെ അലുമ്പ കാണിക്കല്ലോ. ഞാൻ നേരെയാണോ കളിച്ചത്? ആ കള്ളനാണ് കള്ളക്കളി കളിച്ചത്. നിങ്ങൾ അകത്തേറി പോ, റൂമിൽ പോ മോനെ പോ. മക്കളെ, ഈ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞാലേ നിനക്ക് വിഷമം തോന്നരുത്. ഇല്ല, പറഞ്ഞു. എടാ, നിനക്കേ ആ അവന്തിനേക്കാളും ചേരുന്നത് ചാരുവാടാ. അവന്തിക്കാണെങ്കിൽ പെരുമാറാൻ അറിഞ്ഞൂടാ. ചാരുവിന് നന്നായിട്ട് അറിയാം. എന്താ നിന്റെ അഭിപ്രായം? എന്റെ പൊന്നമ്മ, ഇത്രയും പ്രശ്നം നടന്നിട്ട് നിങ്ങൾ ഇത് പറയുന്നില്ലേ? എനിക്ക് പെണ്ണ് കെട്ടണ്ട, എനിക്ക് പെണ്ണ് വേണ്ട, ഞാൻ കല്യാണം കഴിക്കാതെ ഇങ്ങനെ അങ്ങ് നിന്നോളാം പോരെ?